തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നില ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ. റിവർ സഫാരിക്കായി കയാക്കിംഗ്, ബോട്ടിംഗ്, വഞ്ചി സഫാരി, സ്വാൻ പെഡൽ സർവീസുകൾ. രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം. വിനോദത്തിനായി കിഡ്സ് പാർക്ക്, പ്ലേ ഗ്രൗണ്ട്, ഹോഴ്സ് റൈഡിംഗ്, വാട്ടർ പൂൾ. നില ബോട്ട് ക്ലബ്. ക്ഷയരോഗമുക്ത കേരളത്തിനായി ഒരു ജനകീയ മുന്നേറ്റം. ജില്ലാതല ഉദ്ഘാടനം തരൂരിൽ നടന്നു. ക്ഷയരോഗമുക്ത കേരളത്തിനായി ഒരു ജനകീയ മുന്നേറ്റം ലക്ഷ്യം വെച്ചുള്ള പ്രതീക്ഷയുടെ ജില്ലാതല ഉദ്ഘാടനം തരൂർ KP കേശവമേനോൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. ക്യാമ്പയിനിന്റെ ഉദ്ഘാടനവും തരൂർ ഗ്രാമപഞ്ചായത്തിലെ ക്ഷയരോഗ ബോധവൽക്കരണ പ്രചരണ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും ആലത്തൂർ MP K രാധാകൃഷ്ണൻ നിർവഹിച്ചു. അതായത് പട്ടിണിയില്ലാത്തൊരു നാടായി നമ്മുടെ നാടിനെ മാറ്റാൻ വേണ്ടി നമ്മൾ നല്ലപോലെ പ്രവേശിച്ചു. അതിന് നേട്ടം ഈ കൊല്ലം 2025 നവംബർ 1 നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാധ്യതയാണ്. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്ന രാജ്യം. അതാണ് ആ രാജ്യത്താണ് നമ്മുടെ കേരളം പോലെ സംസ്ഥാനം പട്ടിണിയില്ലാത്ത, വിശപ്പില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി ഈ വരുന്ന നവംബർ 1 മാറും എന്നത് ആരോഗ്യത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ഭക്ഷണത്തിന് അല്ലെങ്കിൽ പട്ടിണിയില്ലാത്ത അവസ്ഥയ്ക്ക് ഒരു പ്രധാന ഘടകം. പിന്നെ വൃത്തിഹീനമായ ചുറ്റുപാടിൽ ജീവിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കേരളം തീരുമാനിച്ചത് മാലിന്യയുക്തമായിട്ടുള്ള കേരളം സൃഷ്ടിക്കുന്നത്. മാലിന്യത്തിലൂടെയാണ് പല സാംക്രമിക രോഗങ്ങളും പടർന്നുകൊണ്ടിരിക്കുന്നത്. ആ സാംക്രമിക രോഗങ്ങളെ തകർക്കാൻ കഴിയണമെങ്കിൽ മാലിന്യമില്ലാത്തൊരു അന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. ആ മാലിന്യമുക്തമായ കേരളത്തിന് കൂടി നമ്മൾ പ്രവർത്തിക്കുക. ഏതെങ്കിലും ഒരു രോഗത്തിന് വേണ്ടി ക്ഷയരോഗത്തിന് മാത്രം പരിഹാരം ഉണ്ടാവില്ല. മറ്റു രോഗങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് വരാൻ സാധിക്കും. അപ്പോൾ മാലിന്യമില്ലാതെ ആർക്കും ഉണ്ടാക്കേണ്ടതാണ്. പിന്നെ അമിതമായിട്ടുള്ള മദ്യത്തിൻ്റെ ഉപയോഗവും ക്ഷയരോഗത്തിന് കാരണമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഞാൻ സൈനികമായിട്ട് പറയുന്നതല്ല, ഒരു ലൈമൻ എന്ന നിലയിലാണ് പറയുന്നത്. അമിതമായിട്ടുള്ള പുക വലിയുടെ ദൂഷ്യം, അതുപോലെ മദ്യപാനത്തിൻ്റെ ദൂഷ്യം. ഇനി അധികം മരുന്ന് കഴിച്ചാലും കുഴപ്പമില്ല. മരുന്ന് കഴിച്ചാൽ പെയിൻകില്ലർ ദിവസവും കഴിക്കുന്ന. ചടങ്ങിൽ തരൂർ MLA PP സുമോദ് അധ്യക്ഷനായി. ഇതിന് പല കാരണങ്ങളുണ്ട്. ലോകത്ത് ക്ഷയരോഗത്തിന്റെ ജനസംഖ്യയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ള അല്ലെങ്കിൽ പൗരന്മാരുള്ള ഒരു നാടാണ് ഇന്ത്യ. അതോടൊപ്പം തന്നെ നമ്മുടെ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങൾ, അത്തരത്തിലുള്ള മലിനമായ പല സാഹചര്യങ്ങളും എല്ലാം ഭാഗമായുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ആളുകൾ മരണപ്പെടുന്ന നാടായി, യഥാർത്ഥത്തിൽ ഈ അസുഖങ്ങൾ മരണപ്പെടുന്ന നാടായി ഈ ലോകത്തെ ഇന്ത്യ മാറുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ കേരളം ഈ ലോകത്തെ പിടിച്ചു കെട്ടാൻ, മരണത്തിലേക്ക് കുറക്കാനുമെല്ലാം വലിയ ശ്രദ്ധ കാലങ്ങളായി നടത്തുന്നു. അതിന്റെ ഒരു ഘട്ടം എന്ന രൂപത്തിലാണ് ക്ഷയരോഗമുക്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടു കൂടിയുള്ള ജനകീയ മുന്നേറ്റം എന്ന അനിവാര്യതയുടെ ഭാഗമാണ് നിങ്ങളുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റും ത്രിതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാം കൈകോർത്തുകൊണ്ടുള്ള ശ്രദ്ധയോടുകൂടിയ ഇടപെടലാണ് നമുക്ക് പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ നടത്താൻ. 1000-ത്തിനടുത്ത് ക്ഷയരോഗികൾ നമ്മുടെ ജില്ലയിലുണ്ട് എന്നതാണ് ഞാൻ അറിയാത്തത്. സ്വാഭാവികമായും ഈ അസുഖം വ്യാപനമുണ്ടോ, ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അസുഖവാഹകർ നമ്മുടെ ഇടയിലുണ്ടോ, നമ്മുടെ മീൻസ് ഈ പാലക്കാട് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലോ പ്രദേശങ്ങളിലുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തുന്നുണ്ട്. അതിനാവശ്യമായ ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് IAS മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KR വിദ്യ വിഷയാവതരണം നടത്തി. ഡോക്ടർ TV റോഷ് 100 ദിന ക്യാമ്പയിൻ സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി, ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E രമണി, പഞ്ചായത്ത് അംഗങ്ങൾ, വിദ്യാഭ്യാസ ഓഫീസർ KAS ഉഷ മാനാട്ട്, ലേബർ ഓഫീസർ KM സുനിൽ, വനിതാ ശിശു വികസന ഓഫീസർ പ്രേംന മനോജ് ശങ്കർ, പട്ടികവർഗ വികസന ഓഫീസർ M ഷമീന, ജില്ലാ TB ഓഫീസർ C ഹരിദാസൻ, രജീന രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. CCV ന്യൂസ്, തിരുവല്ലോമല.